ഞാൻ അഞ്ജിത ജയൻ. യുവാസ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ എന്നുള്ളത് പാറശാലയിലാണ് കേട്ടോ. SNDP യോഗം പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അത് എന്താണെന്ന് നിങ്ങൾക്കും കാണണ്ടേ? ഒന്ന് കണ്ടു നോക്കിയാലോ? കാണാം. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം യൂണിയൻ കമ്മിറ്റി രൂപീകരണവും അതോടൊപ്പം തന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ശ്രീനാരായണ പെൻഷൻ കൗൺസിൽ യൂണിയൻ കമ്മിറ്റി രൂപീകരണവും നടക്കുകയാണ്. ഭാരവാഹികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സാറിൻ്റെ പേര്? ഏത് ശാഖയാണ്? കോഴിക്കുന്ന്. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാണ് പിന്നെ പറയണേ? ജോലി ചെയ്യുന്ന ആൾക്കാര് വന്നിട്ട് ഒരു കമ്മിറ്റി കൂടിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഒരു ചോട് അതിനാണ് ജോലിയുള്ള അല്ലേ? ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാർ ആൾക്കാർക്ക് ഉള്ള ഒരു മീറ്റിംഗ് ആണ്. ഗവൺമെന്റ് ജോലി പ്രൈവറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും അതിന്റെ അടുത്ത നടപടിക്കും പ്രോഗ്രസ് എന്തെങ്കിലും SNDPക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ മീറ്റിംഗ്. അടുത്ത മീറ്റിംഗ് വന്നിട്ട് പെൻഷനേഴ്സാണ്. പെൻഷനായ ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് യൂണിയനിലും ശാഖയ്ക്കും വേണ്ടി എന്തെങ്കിലും പ്രയോജനമായ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. ഇതാണ് ഇന്നത്തെ ഉദ്ദേശം അല്ലേ? ശരി, അപ്പൊ തുടർന്ന് കാണാം കേട്ടോ. ശരി. സാറിന്റെ പേര്? ജയകുമാർ, ശാഖാ സെക്രട്ടറി. അപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയതാണല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ച്? ഒന്നുമില്ല, ആളുകൾ വന്നോണ്ടിരിക്കല്ലേ. വൻ വിജയമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? ശരി, അപ്പൊ കാണാം. താങ്ക് യു. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ ഒരു യൂണിയൻ തല മീറ്റിംഗാണ് ഇവിടെ കൂടുതൽ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള യൂണിയനിലൊക്കെ നേരത്തെ മീറ്റിംഗ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഇവിടുത്തെ കമ്മിറ്റിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരത്തെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ബാക്കിയുള്ള ആരനാട്, നെയ്യാറ്റിൻകര, കോവളം, തിരുവനന്തപുരം എല്ലാ യൂണിയനിലും കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്. അപ്പോൾ അതിൽ ഇന്നാണ് അതിന് നമുക്ക് കിട്ടിയ ഒരു സമയം. എല്ലാത്തിനും ഇവിടെ തുടങ്ങുവാൻ പോവുകയാണ്. അതിൽ ആദ്യമായി ഗുരുസ്തുതി ആണ്. നമുക്ക് വിളക്ക് കത്തിച്ച് ഭദ്രദീപത്തിലേക്ക് ഗുരുസ്തുതി കഴിഞ്ഞ് നമ്മുടെ കാര്യപരിപാടി ആരംഭിക്കാം. എല്ലാവരുടെയും ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി തുടങ്ങുകയാണ്. ഞാൻ
ഭദ്രദീപം തെളിയിക്കുവാനായി നമ്മുടെ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ SNPF-ൻ്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാവരെയും അവർക്ക് ക്ഷണിച്ചു. അത് കഴിഞ്ഞ് ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ അവികൻ നീ നിൻപദം എണ്ണി എണ്ണി ഒട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ ഇടും തൃക്ക് പോലുള്ള നില സ്പന്ദമാകണം. വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ഓം ശ്രീനാരായണ ധർമ്മഗുരുവേ. പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറയുവാനായി ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടായ ശ്രീ പ്രതീഷിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചു. ആദ്യമായിട്ട് നമ്മുടെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ശ്രീ ജയചേട്ടനാണ്. ജയചേട്ടൻ നമ്മുടെ യൂണിയൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പാറശാല യൂണിയൻ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ്, ഇന്ന് അതിനൊരു ജീവൻ വെച്ച് എത്രയും നല്ലൊരു രീതിയിൽ കൊണ്ടുവന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനൊരു ഹാളിൽ നമ്മൾ ഇരിക്കാൻ കാരണം ഇങ്ങനൊരു ഒത്തുകൂടലിൽ നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നത് തന്നെ ശ്രീ ജയചേട്ടൻ്റെ ഒരു ഒറ്റ കഴിവുണ്ടാണ്. ശാഖയിലൊരു കൊടി, ഈ നമ്മുടെ പാറശാല യൂണിയനിലൊരു കൊടി പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇന്ന് 4 പേരുടെ മുമ്പ് നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ ശ്രീ ജയചേട്ടൻ ഒറ്റ കാര്യത്തിൽ നമ്മുടെ പാറശാല യൂണിയൻ ഈ രീതിയിൽ ഇത്രയും മുന്നോട്ട് വന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ജയചേട്ടനെ ഈ എംപ്ലോയീസ് ഫോറത്തിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പാറശാല കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്തു. അടുത്തായി ഇവിടെ മുഖ്യ പ്രഭാഷണം ചെയ്യുന്ന അജിലാൽ സാർ. അജിലാൽ സാറിനെ പറ്റി ഞാൻ കുറച്ച് നാളുകൊണ്ട് നമ്മുടെ എംപ്ലോയീസ് ഫോറത്തിൻ്റെ കേന്ദ്ര സമിതി പ്രസിഡന്റാണ്. അറിയില്ല, ആ ക്യാമ്പിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട വെള്ളപ്പള്ളി നടേശൻ സാറ് അദ്ദേഹം അതിന് വ്യക്തമായിട്ടുള്ളൊരു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതെന്തിനാണ് എംപ്ലോയീസ് ഫോറം, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ, എന്തിനാണ് ഏതിനാണ് എന്നുള്ളത് വ്യക്തമായിട്ടൊരു ചർച്ച തന്നെ ഇവിടെ ഉണ്ടാവും. സാറിനെ, അജിലാൽ സാറിനെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും പാറശാല യൂണിയൻ കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സംഘടനാ സന്ദേശം നൽകാനായി വന്നിരിക്കുന്ന നമ്മുടെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ ഷിബു കൊല്ലംപള്ളി സാറിനെ ഈ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും പാറശാല യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്യും. അടുത്തത് നമ്മുടെ ആശംസ അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി എത്തിയ നമ്മുടെ ശ്രീമതി ശ്രീലത ടീച്ചറാണ്. ശ്രീലത ടീച്ചറിനെ ഈ കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യും. അടുത്ത നമ്മുടെ ഗിരീഷ് കുമാർ സാർ, ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം കേന്ദ്ര സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. സാറിനെ ഈ കമ്മിറ്റിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും.
ശ്രീ സുരേന്ദ്രൻ ശ്രീനാരായണ പെൻസ് കൗൺസിലിലെ അംഗം, അദ്ദേഹത്തെ ഈ കമ്മിറ്റിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി ഈ കമ്മിറ്റിയുടെ ഈ ശാഖയുടെ പാറശാല പരിശീലന ശാഖയുടെ പ്രസിഡന്റ് ശ്രീദേവ് സാറിനെ ഈ കമ്മിറ്റിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എംപ്ലോയീസ് ഫോറത്തിന്റെ കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ഉദ്യോഗാർത്ഥികളെയും മറ്റ് കുട്ടികളെയും മറ്റെല്ലാവരെയും ഈ ഹാർദവമായി ഈ കമ്മിറ്റിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ സമ്മേളന ഉദ്ഘാടനം നടത്തുവാനായി നമ്മുടെ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മുടെ SNDP യൂണിയന് ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ യൂണിയൻ്റെ കരുത്തനായ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ജയൻ എസ് ഊരമ്പ് അവരെ ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി സ്നേഹാദരവോടെ ക്ഷണിച്ചു. വിജയകുമാറിന് സ്വീകരണം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ നിങ്ങളെല്ലാവരെയും പെർമിഷനോടുകൂടി വിജയകുമാറിന് അതിനാണ് വിജയകുമാറിന് വലിയ സൗണ്ടിൽ നിങ്ങൾ അടിച്ചത്. നമുക്ക് ആ ചെറിയ സൗണ്ട് എന്താ കാരണം? എന്തോ സന്ധി ഗ്രാമമുണ്ട്. അപ്പം നമ്മളോടെയൊക്കെ തൃപ്തി കുറവാണ്. അവർ വിനുവിനോട് തൃപ്തി കൂടുതൽ, സ്നേഹം കൂടുതൽ. ഓക്കെ, നമ്മൾ സംഭവിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആരും മിണ്ടലില്ല. എല്ലാവരും നമസ്കാരം. ആരെയാണ് നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ശ്രീനാരായണീയ ഭക്തരെല്ലാം പാഠശാല യൂണിയനിൽപ്പെട്ടവരെല്ലാവരും തന്നെ, അതുപോലെ ലോകതലത്തിലുള്ള നമ്മളെല്ലാവരും എപ്പോഴും ഊർജ്ജസ്വലരായി നിൽക്കണം. അതിനുള്ള വഴി തെളിയിക്കാനുള്ള തേരാളി നമുക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. 1050ഓളം പൂർണ്ണചന്ദ്രനെ കാണുകയും അതിൻ്റെ പൂർണ്ണപ്രകാശം ലോകർക്കും സമൂഹത്തിനും സമുദായത്തിനും പകർന്നു കൊടുത്ത് ഊർജ്ജസ്വലത കൊടുക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത കൊണ്ടാണ് നമ്മളെല്ലാം ഈ നിലയിൽ എത്തിയതെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം. അതിന് നിങ്ങളെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുമ്പോൾ അദ്ദേഹം ഊർജ്ജസ്വലതയോട് പ്രവർത്തിക്കും. അതിൻ്റെ ആ പ്രത്യേകത നമുക്കെല്ലാം നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ പ്രവർത്തിക്കണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം 28 വർഷമായി ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റത് ഇന്ന് നവംബർ മാസം 17-ാം തീയതിയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജനറൽ സെക്രട്ടറി കസേരയിലിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് എല്ലാവരും ഒരു കൈയടി, നല്ല കൈയടി കൊടുക്കണമെന്ന് അദ്ദേഹത്തിന്. അടുത്തതായിട്ട് അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത പാഠശാല യൂണിയനെ പറ്റി ഒരു നിമിഷം നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുക. പാഠശാല യൂണിയൻ എന്ന് പറയുമ്പോൾ 10 വർഷക്കാലം കൊണ്ട് നിശബ്ദമായിട്ടും ഒരു പ്രവർത്തനവും ഇല്ലാതെ പ്രവർത്തനരഹിതമായി നടന്നിരുന്ന ഒരു സ്ഥലമാണ് പാഠശാല യൂണിയൻ. ആ പാഠശാല യൂണിയനിലെ ഇന്നത്തെ സ്ഥിതി ഇവിടെ പറഞ്ഞു എങ്കിൽ തന്നെയും അത് ഈ അവസ്ഥയിലെത്താൻ കാരണം ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററുള്ള അധികാര പേപ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ജയൻ ധൈര്യമായിട്ട് നീ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പേപ്പർ തരുന്നു എന്ന് തലയിൽ കൈവച്ച് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ അധികാര കസേരയിൽ വന്നത്. പക്ഷേ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും, ഇന്നല്ല നാളെയും ഞാൻ ഇതിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലങ്ങളിലെല്ലാം ബ്ലേഡ് മാഫിയ കൊണ്ട് നിറഞ്ഞു. പാവപ്പെട്ട നിർദ്ധനരായ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ബ്ലേഡുകാരോട് 10 പൈസ പലിശയ്ക്കും മറ്റൊക്കെ വാങ്ങി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവരെന്ന് വീടുകളിൽ കയറി അവരെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി വിചാരിച്ചു, ഇനി ഇവനെ ഒന്നും വിടാൻ പാടില്ല, ഈ ബ്ലേഡ് മാഫിയൊന്നും വിടാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബാങ്കുമായിട്ടൊക്കെ ബാങ്ക് റീജിയണൽ മാനേജർ ചെയർമാനെ എല്ലാം സമീപിച്ച് കേരളവും എല്ലാ ലോകമെമ്പാടുമുള്ള ഏരിയയിൽ മൈക്രോ ഫിനാൻസ് എന്ന പലിശ കുറഞ്ഞ വായ്പ പാവപ്പെട്ട നമ്മുടെ സമുദായക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം ഒരുക്കി കൊടുത്താണ് ഈ മൈക്രോ ഫിനാൻസ്.
ഈ മൈക്രോ ഫിനാൻസ് വന്നപ്പോൾ അതുകൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അതുകൊണ്ട് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ കേരളത്തിൽ ചില ശാഖകൾ, ചില യൂണിയനുകൾ, വിരലിൽ എണ്ണപ്പെട്ട യൂണിയനുകളിൽ ചില അവിഹിതമായിട്ടുള്ള പണമിടപാടുകൾ നടത്തി പാവപ്പെട്ടവരെ ദ്രോഹിച്ച് ബാങ്കുകളിൽ പൈസ അടയ്ക്കാതെ കൃത്രിമ വേലകൾ ചെയ്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് പാഠശാല യൂണിയൻ. അദ്ദേഹം മീറ്റിങ്ങിൽ ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ബാങ്കിൽ എല്ലാവരുടെ കണക്കുകൾ നോക്കി. ഏതാണ്ട് മൈക്രോ ഫിനാൻസ് സെറ്റിൽമെന്റ് ആയിക്കഴിഞ്ഞു. ഇന്ന് ചുരുക്കം ചില അതേ ഉള്ളൂ, ഏതാണ്ട് ആയിക്കഴിഞ്ഞു. എല്ലാം ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നാലൊന്നും കളി നടക്കില്ല, ഇവിടെയില്ല. നിങ്ങൾ ഈ ലാബില് നമുക്കിപ്പോൾ ആഡിറ്റ് നടത്തി പൊതുയോഗം വെച്ച് നല്ല സ്മാർട്ടായ ഭാരവാഹികളെ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല കൈയൂക്കത്തോടു കൂടി എല്ലാ പാർട്ടികൾക്കും എല്ലാ സമുദായ അംഗങ്ങൾക്കും നല്ലത് വരാത്തക്ക രീതിയിലുള്ള ആളുകൾ പ്രവർത്തിക്കാൻ ഇറങ്ങണമെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം. അത് മാത്രമല്ല, ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഓരോരോ ഇതിൻ്റെ SNDP യോഗം എന്ന് പറയുമ്പോൾ 1903 നമ്മുടെ ഗുരുവായ ശ്രീ നാരായണ ഗുരുദേവൻ അരിവിപ്പുറത്തെ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് കുറിച്ചെടുത്ത് ശരിയെ പ്രിപ്പയർ ചെയ്തെടുത്ത ആ മഹാപ്രസ്ഥാനത്തിന് നമ്മൾ തോളോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മളെല്ലാം അണച്ച് തന്നെ ഉയർത്തി വലുതാക്കി കൊണ്ടുപോകേണ്ട അവസരം ആസന്നമായിരിക്കുകയാണ്. നമ്മുടെ ഭാവി തലമുറയെ ഓർത്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റുള്ള നിയമങ്ങളെല്ലാം അറിയാമല്ലോ, വക്കപ്പോട് മറ്റത് മറിച്ചതെന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മുടെ സമുദായത്തിൻ്റെ സംഘടന SNDP യോഗം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം വളരെ ശക്തമായി നിങ്ങളെല്ലാം മുറുകെ പിടിച്ച് എല്ലാവരെയും ഒന്നിച്ച് അണിനിരത്തിയാൽ ഒരു ശക്തിക്കും നമ്മൾ അടുക്കാൻ പറ്റില്ല. നമ്മൾ അടുത്താൽ ഒരു വിവരം അറിയുമെന്നുള്ള ഒരു ഉദ്ദേശം അവർക്ക് വരത്തക്ക രീതിയിലുള്ള ഒരു പണി, ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണേ എന്നുകൂടെ ഒരിക്കൽ കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഇപ്പോൾ ഈ മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം തന്നെ ഇതിൻ്റെ പോഷക സംഘടനകളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എംപ്ലോയീസ് ഫോറം, പെൻഷനേഴ്സിൻ്റെ ഫോറം, അതേപോലെ വനിതാ സംഘം, യൂത്ത് വിങ്, ഇങ്ങനെ ഒരുപാട് കുമാരി സംഗമം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതെല്ലാം പാഠശാല യൂണിയനിൽ നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. അതിന് നിങ്ങളുടെ പരിപൂർണ പിന്തുണ നമുക്കുണ്ടാകുന്നത്. നിങ്ങളുടെ പിന്തുണ മാത്രം മതി, ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കൊള്ളും. നിങ്ങളുടെ പിന്തുണയോടുകൂടി എല്ലാ ശാഖകളിലും 29 ശാഖകളിലും ആകുമ്പോൾ എത്ര കുടുംബം ഉണ്ടെന്ന് അറിയാമല്ലോ. ഒരു കുടുംബത്തിലെങ്കിലും നിങ്ങൾ പരസ്പരം ഒരുപാട് ആവശ്യമുണ്ട്. ഞാൻ 29 ശാഖകളിലും എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ അവരോട് ചോദിച്ചാൽ അറിയാം, എല്ലാ ശാഖകളിലും എന്നെ അറിയിച്ചാലാണ് ആ ശാഖയിൽ അവിടെ പോകുന്നു. അപ്പോൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് ഐക്യം ഊട്ടിയുറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ എംപ്ലോയീസ് ഫാറം എന്ന് പറയുമ്പോൾ, എംപ്ലോയീസ് ഫാറം എന്ന് പറയുന്നത് ജോലിയുള്ളവരുടെ എംപ്ലോയീസിനാണ്. അവർക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നുണ്ട്. ശമ്പളം കിട്ടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സംഘടനയിൽ ചേർന്നാൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മളുടെ സംഘടനാ ശക്തിയായാൽ, എംപ്ലോയീസ് ഫോറം ശക്തിയായാൽ, പെൻഷനേഴ്സ് ഫോറം ശക്തിയായാൽ അതിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാന നമ്മുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രസ്ഥാനവും കൂടി ചേർന്നുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതെല്ലാം നമ്മൾ നേടിയെടുക്കും. അതെല്ലാം നേടി നിങ്ങൾക്ക് തരും. അതിലേക്ക് വേണ്ടിയാണ് നിങ്ങളെ സംഘടിക്കാൻ പറയുന്നത്. ഇതെല്ലാം എല്ലാ കാര്യങ്ങൾക്കും സംഘടിക്കാൻ വേണ്ടി ഗുരുദേവൻ പറഞ്ഞു എന്താ, സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രവചനാകുക. അങ്ങനെ സംഘടിക്കാനുള്ള സന്മനസ് ഓരോരുത്തർക്കും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ആദ്യമായിട്ട് പാഠശാല മുതൽ കേരളം മുഴുവനും ഈ എംപ്ലോയീസ് ഫാറവും പെൻഷനേഴ്സ് ഫാറവും ഫാം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള നമ്മുടെ അജിലാല് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ഉദ്യോഗ ആളുകൾ എല്ലാവർക്കും അവരെ ഞാൻ അഭിനന്ദിച്ചില്ല. അവരെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഇതെല്ലാം ഈ പ്രസ്ഥാനം ഇപ്പം തുടങ്ങാൻ പോകുന്ന ഈ പ്രസ്ഥാനം വടവൃക്ഷം പോലെ വളർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ശക്തിയോടുകൂടി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർ സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത് നാൾ അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള ഗുരുദേവന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു.
അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി നമ്മുടെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ കരുത്തനും ശക്തനുമായ നേതാവ്. നമുക്കറിയാം 2019 എംപ്ലോയീസ് ഫോറമായിട്ട് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ എംപ്ലോയീസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കണം. നേരത്തെ യൂത്ത് മൂവ്മെൻറ്റിലൂടെ നമുക്കറിയാം, പണ്ടൊക്കെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന സാറാണ് അജിലാൽ സാർ. അപ്പോൾ സാറ് യൂണിയനുകളിലും പിന്നെ അടുത്ത് എംപ്ലോയീസ് ഫോറം ഇല്ലാത്തിടത്ത് പുനഃസംഘടിപ്പിച്ച് അടുത്ത ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ഒക്കെ നടത്തേണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെയൊക്കെ എല്ലാം പ്രിയങ്കരനുമായ കരുത്തനുമായ നേതാവ് എംപ്ലോയീസ് ഫോറത്തിൻ്റെ കേന്ദ്ര സമിതി പ്രസിഡന്റ് അജിലാൽ സാറിന്, ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ, ഈ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ജയൻ സാർ, ഈ യോഗത്തിൽ അധ്യസ്ഥാനം അലങ്കരിക്കുന്ന വിനു പാറശാല, അതുപോലെ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷിബു കൊറ്റപ്പള്ളി, കേന്ദ്ര കമ്മിറ്റി അംഗം ഗിരീഷ്, നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ, അതുപോലെ കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി നമ്മുടെ ശ്രീലത മേഡം, പ്രിയമുള്ളവരെ, കുട്ടികൾ പോകുന്നുണ്ട്. ഞാൻ കുട്ടികളോടടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. എന്താ തുടങ്ങാം? ഓക്കെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യം കുട്ടികൾ പറയണം, പിന്നെ മുതിർന്നവർ പറഞ്ഞു. സാറ് ഒരു സൂചന തന്നു, ഇത് കൂടാതെ രണ്ട് കാര്യങ്ങളുണ്ട്, പറയാം. ആ കുട്ടികളെല്ലാം ഒന്ന് എഴുന്നേറ്റ്. കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. എല്ലാ കുട്ടികളും ഉണ്ടോ? കൈക്കുഞ്ഞുണ്ടോ? അതാണ് തീരെ കൈക്കുഞ്ഞ് വരാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? നിങ്ങൾ 5 പേരുണ്ട്, 5 പേര് പറയും. നിങ്ങൾ ആലോചിക്കാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഒരു കാര്യം നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കും. നിങ്ങളാണ് പറയേണ്ടത്, ഇവരല്ലേ പറയേണ്ടത്? അല്ലേ? ഇവരല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ അവർ പറയും. നിങ്ങൾ പറയുന്നില്ലെങ്കിൽ തോറ്റ് ദുന്നം പാടിയെന്ന് പറഞ്ഞാൽ അവർ പറയും. പറയാൻ പറ്റുമോ? നിങ്ങളെ അനുമോദിക്കാനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇല്ല, രക്ഷയില്ല. അറിയില്ല, എനിക്ക് ഇങ്ങോട്ട് പറയാം. ഓക്കെ, സ്റ്റുഡൻസ് ഡേ പറഞ്ഞ വ്യക്തിക്ക് ഒരു അനുമോദനം കൊടുക്കണം. ആരാണ് പറഞ്ഞത്? ഉറക്കെ പറഞ്ഞു, അവർ കേട്ടെ. അധ്യക്ഷന്റെ ഭാര്യ കൂടിയാണ്. ഇവരുടെ ഡേയാണ്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇവർക്ക് അറിയാൻ പറ്റാതെ പോയി? എന്തുകൊണ്ടാണ് അറിയാൻ പറ്റാതെ പോയത്? ഇവിടെയാണ് എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രസക്തി. അപ്പൊ ഇവരെ നമുക്ക് നമ്മുടെ ഉദ്ഘാടകൻ ഇവരെ അനുമോദിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും ഓരോ ഷാൾ കൊടുക്കും. ഇന്ന് സ്റ്റുഡൻസ് ഡേ ആണ്. നമ്മൾ സ്റ്റുഡൻസിനെ ആദരിക്കുന്നു. ഇതാണ് നമ്മുടെ ഉദ്ഘാടകൻ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഡേ ആണ്. അപ്പോൾ അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. ഇവരാണ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ചേർത്ത് പിടിക്കുകയാണ് ഇവരെ. കാരണം ഇവരായിരിക്കണം ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം അതിന് വഴിയൊരുക്കുക. ഇവരെ ഇന്നേവരെ ഇങ്ങനൊരു ആദരവ് ഒരിക്കലും ഇവരെ ജീവിതത്തിൽ കിട്ടിക്കാണത്തില്ല. കിട്ടിയിട്ടുണ്ടോ മക്കളെ? ഇല്ല, കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ്, അതും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡേയുടെ അന്ന് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ യോഗത്തിൽ വെച്ച് SNDP യോഗം പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് സാർ അവരെ ചേർത്ത് പിടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ
SNDP യോഗം രൂപീകൃതമായ 1903-ൽ ഈ സമുദായത്തെ ചേർത്ത് പിടിച്ച ഗുരു നമ്മളോട് കൽപ്പിക്കുകയാണ് കുട്ടികളെ വാർത്തെടുക്കാൻ. അതിനുവേണ്ടിയാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ, SNDP യോഗത്തിന്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കുട്ടികളെ വാർത്തെടുക്കാനാണ്. നമ്മുടെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം പ്രകടനം നടത്താനല്ല SNDP യോഗത്തിന്റെ അമരക്കാരൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം കുട്ടികളെ വാർത്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് നമ്മുടെ അജണ്ട. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ചെയ്യുന്ന കർമ്മ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ വേണ്ട രീതിയിലേക്ക് ദിശാബോധമുള്ള കുട്ടികളാക്കി കരുത്തുറ്റ കുട്ടികളായിട്ട് ശ്രീനാരായണ ധർമ്മം പഠിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്താൻ വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ചെയ്യുന്നത്. എന്താണ് ഈ കഴിഞ്ഞ 4 കൊല്ലവും ചെയ്തത്? കഴിഞ്ഞ 4 കൊല്ലവും ചെയ്തത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി സാറ് 125 കുട്ടികളെയാണ് സിവിൽ സർവീസിന് വിട്ട് പഠിപ്പിക്കുന്നത്. അതുകൂടാതെ നമ്മൾ 6ാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികളെ ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, സർക്കാർ തലത്തിൽ ഒട്ടനവധി വേക്കൻസികൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മളെ കുട്ടികൾ അറിയുന്നില്ല. എന്തിനാണ് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ന് പറയാമോ? 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യണം? ജനറൽ സെക്രട്ടറി അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ജനറൽ സെക്രട്ടറി അങ്ങനെ ഒരു ഉദ്ദേശം പറഞ്ഞത് സയന്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സയന്റിഫിക് ആയിട്ട് തന്നെ ചിന്തിക്കുക, എന്തിനു വേണ്ടിയാണ് നമ്മൾ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയായിരിക്കും. 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ആ പ്രായത്തിലാണ് ഇവരുടെ ബ്രെയിൻ റിജക്ട് ചെയ്യണം. എന്താണ്? ഇവർ സിവിൽ സർവീസ് ആവണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവണം എന്നുള്ള കാര്യത്തിൽ ഇവരിലേക്ക് എത്തിക്കണം, ഇവരുടെ തലച്ചോറിലേക്ക് എത്തണം. ഒരിക്കലും പിന്നെ വേറൊരു ജോലിയിലേക്ക് പോകാൻ അവർ തയ്യാറാവത്തില്ല. അവരെല്ലാം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാവണം, സിവിൽ സർവീസ് ആവണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു IPS കാരനാവണം, അല്ലെങ്കിൽ ഒരു IAS കാരനാവണം, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനാവണം എന്നുള്ള ചിന്ത ഇവരിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് 6ാം ക്ലാസ് മുതൽ ഇവരെ ആ രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി കോച്ചിങ് ക്ലാസ് കൊടുക്കുന്ന പ്രധാന ഒരു കക്ഷിയാണ് നമ്മുടെ ശ്രീലത മേഡം, ഗിരീഷ്. അങ്ങനെ ഒട്ടനവധി നമ്മളൊരു ടീം വർക്ക് ഉണ്ട്. നമ്മുടെ ട്രെയിനിങ് വിങ് എന്ന് പറഞ്ഞൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ചെയ്യുന്ന ഒരു വർക്ക് എല്ലാ ശനിയും ഞായറും അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഏകദേശം നമ്മൾ 6ാം ക്ലാസ് മുതൽ PG തലത്തിൽ വരെയുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ PSC ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്, ഓൺലൈൻ തന്നെ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുവൈറ്റ് സാരഥി ഞങ്ങൾ കേട്ട് കാണുമല്ലോ. ശ്രീനാരായണ എംപ്ലോയീസ് SNDP യോഗത്തിന്റെ ഒരു ശ്രീനാരായണ പ്രസ്ഥാനമാണ് കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ശ്രീനാരായണ SNDP യോഗത്തിന്റെ സംഘടനയാണ് കുവൈറ്റ് സാരഥി. അവർ ഒട്ടനവധി പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായി വന്നു. അപ്പം എല്ലാം നമ്മൾ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളെ കുട്ടികളെ സർക്കാർ തലത്തിലേക്ക് എത്തിക്കണം. നമുക്ക് ഈ ഒരു വർഷം നമുക്ക് വളരെ പ്രധാനം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കേണ്ട ഒരു വർഷമാണ് 24-25 വർഷം. കാരണം ഏറ്റവും അധികം സർക്കാർ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന വർഷമാണ് 24-25. ഈ 24-25 വർഷത്തിൽ നമുക്ക് പരമാവധി നമ്മുടെ ശാഖയിൽപ്പെട്ട പഠിക്കാൻ കഴിവുള്ളവർ, അല്ലെന്നുണ്ടെങ്കിൽ കഴിവില്ലാത്തവർ. ഞാൻ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ 10ന് താഴെ പഠിച്ചിട്ടുള്ളൂ. അവർക്കെല്ലാം തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുക വർഷമാണ് ഈ 24-25. ഇപ്പം 24 തീരാൻ പോയാൽ 25-26 തീയതി വർഷത്തിൽ ഏറ്റവും കൂടുതൽ വേക്കൻസിയാണ് വരുന്നത്. റെയിൽവേ, അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷനിൽ, അതുപോലെ ഇന്ത്യ പോസ്റ്റിൽ, റെയിൽവേയിൽ, അങ്ങനെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിലും ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടാവുന്ന വർഷമാണ് 25. 24 ഉണ്ടായിരുന്നു. അത് ഏകദേശം 44,000 വേക്കൻസിയാണ് ഇന്ത്യ പോസ്റ്റ് തന്നെ ഫില്ല് ചെയ്തത്. 44,000 വേക്കൻസി ഇന്ത്യ പോസ്റ്റ് ഫില്ല് ചെയ്തു. എന്തുകൊണ്ടോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ വളരെ കുറവായിരുന്നു. ഇതിന് പ്രധാന കാരണമുണ്ട്. കാരണം ഗവൺമെന്റ് തലത്തിൽ എടുക്കുന്ന എല്ലാം തന്നെ ഇന്ത്യ പോസ്റ്റിൽ എടുക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. താഴെത്തട്ടിലുള്ള വേക്കൻസികൾ എടുക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. അതേസമയം ക്ലർക്കൽ വേക്കൻസിയിൽ എടുക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ വഴി. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ വഴി എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പഠനം പൂർത്തീകരിക്കേണ്ടത്. നമ്മളെ കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്നത്, നമ്മളെ പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മളെ കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാവരും തന്നെ വിദേശത്തേക്ക് പോവുകയാണ്. നമ്മളെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് പോകും.
കാര്യം വിദേശത്ത് പോയാൽ രക്ഷപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയാൽ കാശുണ്ടാക്കാം എന്നുള്ള ആ മൈൻഡിലേക്ക് ചിന്തിച്ച് നമ്മളെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ കുട്ടികളാണ് ഏറ്റവും മുൻപന്തിയിൽ വിദേശത്തേക്ക് പോയി പഠിക്കുന്നത്. പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ഈ വരുന്ന വർഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 24, 25, 26 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി കുട്ടികളെ സർക്കാർ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതി നമ്മൾ തയ്യാറാക്കണം. ആ കർമ്മ പദ്ധതിയിൽ നമ്മൾ പരമാവധി കുട്ടികളെ കൊണ്ട് അപേക്ഷ അയക്കുക. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് എവിടെ ആയിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്? അറിയാം, ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം 100% ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 70% വേക്കൻസി വരുന്നത് യൂണിഫോം വേക്കൻസിയാണ്. എന്താണ് യൂണിഫോം വേക്കൻസി? യൂണിഫോം വേക്കൻസിയിലാണ് 70%. കേന്ദ്ര ഗവൺമെന്റിൽ 100% വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ 70% വരുന്ന യൂണിഫോം വേക്കൻസിയാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ്, പട്ടാളം, അതുപോലെ തന്നെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനത്തെ യൂണിഫോം ധരിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ പിന്നെ ജോലികളുണ്ടോ അതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. അതേസമയം നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് വേക്കൻസികൾ ഇല്ല. എന്താ സാറേ? അധ്യാപക വേക്കൻസി ഒന്നും തന്നെ ബില്ല് ചെയ്യുന്നില്ല. ബില്ല് ചെയ്യാത്തതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് നികത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നം നികത്താൻ പറ്റുന്നത്? വേണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൂടെ റിട്ടയർമെന്റ് പ്രായം കൂട്ടാം. അതിന് ചർച്ചകൾ നടക്കുന്നു. ഈ 56 എന്നുള്ളത് 57 ആക്കാൻ വേണ്ടി വലിയ ദീർഘമായ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റിൽ തന്നെ അതിനുള്ള നീക്കം ഉണ്ടാവും. 57 ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. 57 ആക്കും, റിട്ടയർമെന്റ് പ്രായം 57 ആക്കാൻ വേണ്ടി. അതിനുള്ള ഘടന എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. പിന്നെ ഒരു വേക്കൻസി ഫില്ല് ചെയ്യുന്നില്ല. നമുക്കറിയാം ഒരുപാട് വേക്കൻസികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം തന്നെ നമ്മൾ വിവരാവകാശം ചോദിച്ചപ്പോഴെല്ലാം തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട്. പക്ഷേ ഒന്നും തന്നെ അത് നികത്താൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. സമയം സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെയല്ല. സെൻട്രൽ ഗവൺമെന്റ് പരമാവധി വേക്കൻസി ഇപ്പോൾ ഫില്ല് ചെയ്യുകയാണ്. അപ്പം അത് നമ്മൾ പരമാവധി നമ്മളെ കുട്ടികളെ കയറ്റാൻ നമുക്ക് കഴിയണം. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ എല്ലാം പാറശാല യൂണിയൻ മുതൽ അങ്ങേറ്റം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പം ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 12-ാം തീയതി ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞതും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പ്രവർത്തനം യൂണിയൻ തലത്തിൽ ശക്തമാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധവൽക്കരണം കൊടുക്കും. പ്രത്യേകിച്ച് നമ്മളാൾക്കാർ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ബോധവൽക്കരണമില്ല. കാരണം നമുക്കറിയാം, നമ്മളൊരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ അയക്കുന്ന ആരാണെന്ന് അറിയാമോ? നമ്മൾ മനസ്സിലാക്കി സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ പറയുകയാണ്. ആരായിരിക്കും ഏറ്റവും കൂടുതൽ അപേക്ഷ കൊടുക്കുന്നത്? ഏറ്റവും ചെറിയ ജോലിയായാലും ഏറ്റവും ആദ്യം അപേക്ഷ കൊടുക്കുന്ന ആരായിരിക്കും? അറിയോ? ആരാണ്? മുസ്ലിം സമുദായത്തിൽ. ഏത് കാര്യം, ഏത് ചെറിയ വേക്കൻസിക്കും ഏറ്റവും ആദ്യം അപേക്ഷ കൊടുക്കുന്ന മുസ്ലിം കാറ്റഗറിപ്പെട്ടവരായിരുന്നു. അവർ അത്രയധികം പ്രിപ്പയർഡാണ്. അത് എന്താണ് സർക്കാർ ഉദ്യോഗം എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ നമുക്ക് അത്രത്തോളം സർക്കാർ ജോലിയോട് അത്ര നമുക്ക് താല്പര്യമില്ല. സർക്കാർ ജീവനക്കാരോടും നമുക്ക് വലിയ താല്പര്യമില്ല. കാര്യം നമ്മളാരും തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാര്യം നമ്മൾ പറയുന്നത് സർക്കാർ ജീവനക്കാരെ നമ്മൾ അനുമോദിക്കണം. അവരെ അനുമോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മൾ കുട്ടികളെ വെച്ച് അനുമോദിച്ചു. ഈ അനുമോദനം അവർക്കൊരു പ്രചോദനമാണ്. അപ്പോൾ അതിലൂടെ അവർ നമ്മളിലേക്ക് ഇഴുകിച്ചേരും. ഇത് സർക്കാർ ഉദ്യോഗം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് പേരും ബ്രാഹ്മണരായി. കാര്യം ഉദാഹരണം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ഇവിടെ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുണ്ടോ എന്നറിയില്ല. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ നമ്മളെ SNDP ആണെന്ന് പറയാൻ പോലും മടിയാണിക്കുന്ന ഒരുപാട് പേര്. എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. കാര്യം SNDP ആണെന്ന് പറയാൻ വലിയ മടിയാണ്. കാരണം എന്തോ ഒരു കുറച്ചിൽ പോലെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നമ്മളൊന്ന് ചിന്തിച്ചു. ഓക്കെ, എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഫിറോസ് ഖാൻ ഉണ്ട്. ഫിറോസ് ഖാൻ സെക്രട്ടേറിയറ്റ് വലിയൊരു ഉദ്യോഗസ്ഥരാണ്. ഇദ്ദേഹത്തിന്റെ പേരവിടെ കുത്തിവെച്ചിട്ടുണ്ട്, ഫിറോസ് ഖാൻ. അപ്പോൾ മലപ്പുറത്തുനിന്ന് വന്ന ഹാജിയാര് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഉടനെ ഞമ്മൻ്റെ ആളാണെന്ന് പറഞ്ഞ് അടുത്ത് നിന്നത്. എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? പേരാണ്. അതേസമയം ഒരു വർഗീസ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഉടൻ തന്നെ ഐഡന്റിഫൈ ചെയ്യും, അത് നമ്മളാളാണ്. പക്ഷെ ഫിറോസ് ഖാൻ നമ്മളാളാണ്. ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ പേര് SNDPയിലെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിലുള്ള കക്ഷിയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അദ്ദേഹം നമ്മളാളാണ്, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തു നിന്നായാലും മുസ്ലിം സമുദായത്തിൽ ആര് വന്നാലും പുള്ളിയെ ആദ്യം ചെന്ന് കണ്ട് അവർ നമസ്കാരം പറയും. അവരുടെ നമസ്കാരം അറിയാമല്ലോ, നമ്മളാണക്കല്ല. നമ്മൾ അനുമോദിക്കത്തില്ല, നമ്മൾ തോളിത്തട്ടത്തില്ല, നമ്മൾ കൈ കൊടുക്കത്തില്ല, ഇതൊന്നും ചെയ്യത്തില്ല. ഹെഡ് വെയിറ്റിൽ ഒരു കുറവും നമ്മൾ കാണിക്കുന്നില്ല. അത്രമാത്രം നമുക്ക് ആ ഒരു ജീനാണ്.
അത് എന്തുകൊണ്ടോ പണ്ട് മുതലേ ഉണ്ടായതാണ്. അത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതുണ്ടായത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഇനി ഒരു മാറ്റം വേണം. നമുക്ക് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പക്ഷേ നമുക്ക് അതിനൊരു ഗുരുദേവൻ പറഞ്ഞ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 100 വർഷം കഴിയുമ്പോൾ മാറ്റം വരുമെന്നാണ് ഗുരുദേവൻ പറഞ്ഞു. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 100 വർഷം കഴിയുമ്പോൾ മാറ്റം വരും. അതുകൊണ്ട് തന്നെയാണ് 100 വർഷം കഴിഞ്ഞപ്പോഴാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ ഒരു രൂപീകരണം ഉണ്ടാവുന്നത്. അതുപോലെ ശ്രീനാരായണ സർക്കാർ ഉദ്യോഗസ്ഥരും IPS നമ്മളെ എംപ്ലോയീസ് ഫോറത്തിൽ മെമ്പർഷിപ്പ് ഉണ്ട്, IAS-കാരുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിലെ ഒട്ടനവധി വലിയ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം തന്നെ നമുക്ക് മെമ്പർഷിപ്പ് എടുത്ത് ഈ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക ചിലപ്പോൾ അവർക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരും. കാര്യം അവർക്ക് നിയമ തടസ്സങ്ങളും പലതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ആക്റ്റീവ് ആവില്ല. പക്ഷേ അവരുണ്ടെന്ന് നമ്മളുടെ നേട്ടം എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് പലരെയും സഹായിക്കാൻ പറ്റും. ഇതാണ് ശ്രീനാരായണ എംപ്ലോയി. ഇപ്പോൾ നമുക്കൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന ഓഫീസിൽ ഇന്ന ആളുണ്ട്, നമ്മുടെ ഒരാളാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിയമം വിട്ടൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് ജയൻ സാർ ഇവിടെ വിജയ ഓഫീസിൽ ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നടക്കണം, നമ്മുടെ ശാഖയിൽ ഒരു കെട്ടിടത്തിന് ഒരു വിഷയമുണ്ട്, നമ്മുടെ വിജയ ഓഫീസിൽ നമ്മൾ ബന്ധപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാൻ പറ്റും. കൈക്കൂലി കൊടുത്ത് ചെയ്യണമെന്നല്ല പറയുന്നത്, സ്മൂത്തായിട്ട്. കാര്യം പിന്നെ ഈ ശാഖയിൽ ഒരു പേപ്പർ കിട്ടുവാണ്, ഒരു കെട്ടിടത്തിന്റെ പേപ്പർ വന്നിട്ടുണ്ട്, ജയൻ സാർ വിളിച്ചു പറയാണ് അതൊന്ന് ചെയ്ത് ശരിയാക്കണേ സാറേ എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഇതാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം കൊണ്ടുള്ള നേട്ടം. വില്ലേജ് ഓഫീസാവാം, അതുപോലെ തഹസീൽദാർ. നമുക്ക് തഹസീൽദാർമാർ ഒരുപാട് പേര് നമ്മളെ മെമ്പർഷിപ്പിൽ എടുത്തിട്ടുണ്ട്. അവരെല്ലാം യഥാർത്ഥത്തിൽ നല്ല അധികാരമുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാം നമുക്ക് ഒരുപാട് സഹായം നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒട്ടനവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒട്ടനവധി പദ്ധതി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഏറ്റവും അധികം സാമൂഹിക പദ്ധതികൾ ഉപയോഗിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി. കാരണം എൻ്റെ ഓഫീസിൽ ഞാൻ തട്ടാമല പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, പോസ്റ്റ് മാസ്റ്ററായിട്ട്. ഞാൻ തട്ടാമല പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മണി ഓർഡർ ഏകദേശം അന്ന് 15 ലക്ഷം രൂപയുടെ മണി ഓർഡർ വരും. ഈ 15 ലക്ഷം രൂപയുടെ മണി ഓർഡർ വരുന്നത് 13 ലക്ഷം രൂപയെ ഒറ്റ കമ്മ്യൂണിറ്റിക്കാണ് വരുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വിവരം വ്യക്തമായ തെളിവ് സഹിതം ഞാൻ ജനറൽ സെക്രട്ടറി മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞ് നമ്മൾ എന്തുകൊണ്ട് ആ രീതി ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഏകദേശം 2 വർഷക്കാലം ഈ കാര്യങ്ങളെല്ലാം തന്നെ ജനറൽ സെക്രട്ടറിയായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാര്യം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം രൂപീകരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. അങ്ങനെയാണ് ഈ യതിപൂജ നടന്നപ്പോൾ, ശിവഗിരിയിൽ യതിപൂജ നടന്നതിൻ്റെ അന്നാണ് യഥാർത്ഥത്തിൽ ജൂൺ 4-ാം തീയതി 2018 അല്ലേ, 2018 ജൂൺ 4-ാം തീയതി യതിപൂജയുടെ അവസാനത്തെ മീറ്റിംഗ് നടക്കുന്ന ദിവസം ആണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന് അവിടെ വെച്ചാൽ രൂപം കൊടുക്കുന്നത്. SNDP യോഗത്തിൻ്റെ സമാരാധീനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി സാറും അതുപോലെ നമ്മുടെ ഉപാധ്യക്ഷൻ തുഷാർജിയും കൂടെ ചേർന്നാണ് അന്ന് ദിവസം 6 പേരെ ചുമതലപ്പെടുത്തി. അത് ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ചുമതലപ്പെടുത്തിയിട്ട് പറഞ്ഞു എംപ്ലോയീസ് ഫോറം രൂപീകരിക്കണം, അത് ഇന്ന ഗുണങ്ങളുണ്ട്, ആ രീതിയിലേക്കുള്ള വർക്ക് തുടങ്ങണം. അതാണ് യഥാർത്ഥത്തിൽ തുടക്കം. അതിനുശേഷമാണ് 2019 2019 തന്നെ യതിപൂജ ജൂൺ 4-ാം തീയതി 2019 ഒരു മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ 14-ാം തീയതിയാണ് നമ്മുടെ എംപ്ലോയീസ് ഫോറത്തിൻ്റെ സ്റ്റേറ്റ് വൈഡ് ഒരു മീറ്റിംഗ് വിളിച്ചുകൂടി. അപ്പോൾ സത്യത്തിൽ എനിക്ക് സ്റ്റേറ്റ് വൈഡ് മീറ്റിംഗ് എനിക്ക് ആരെയും പരിചയമില്ല. ഈ ഷിബു സാറിനെ പോലും എനിക്ക് പരിചയമില്ല, വിനുവിനെ പോലും എനിക്ക് പരിചയമില്ല. ഞാൻ ഈ എങ്ങനെ ബന്ധപ്പെടുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു വന്നപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ഒരു പ്രശ്നമില്ല, ഞാൻ എല്ലാവർക്കും ഒരു സർക്കുലർ കൊടുക്കാം, ജനറൽ സെക്രട്ടറി ഒരു സർക്കുലർ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ലെറ്റർ സർക്കുലർ തയ്യാറാക്കി എല്ലാ യൂണിയനിലേക്കും അയച്ചു. ആ യൂണിയനിൽ നിന്നും പരമാവധി പേരെ ഒരു 5 പേരെയെങ്കിലും വിടണമെന്ന് പറഞ്ഞുള്ള ഒരു സർക്കുലർ. അങ്ങനെയാണ് 154 പേര് പങ്കെടുത്ത ഒരു മീറ്റിംഗ് നമ്മുടെ കാർത്തികപ്പള്ളി യൂണിയനിൽ വെച്ചാണ് കൂടുന്നത്. കാർത്തികപ്പള്ളി യൂണിയനിൽ വെച്ചാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം രൂപീകൃതമാകുന്നത്. അന്ന് SNDP യോഗത്തിൻ്റെ കൗൺസിലർ P. സുന്ദരൻ അധ്യക്ഷനായിക്കൊണ്ടാണ് കമ്മിറ്റി ഇവിടെ രൂപീകൃതമാകുന്നു. അന്ന് മുതൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള നമ്മൾ വിപുലമായ ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് ചെയ്തുകൊണ്ട് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ വ്യാപിപ്പിച്ചു കൊണ്ടുവന്നത്. ഇത് പലർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. കാര്യം സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ സമുദായ സംഘടനയിൽ പ്രവർത്തിക്കാവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാറോലകൾ വന്നിട്ടുണ്ട്. കാര്യം നമ്മളെ എംപ്ലോയീസ് ഫോറത്തിലുള്ള പലർക്കും വാറോലകൾ വന്നിട്ടുണ്ട്. പിന്നെ വാറോല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചപ്പോൾ ഒരു വാറോല പ്രശ്നം വളരെ ചർച്ചയായതുകൊണ്ട് ആ വാറോല പോയി ഉൾപ്പെടട്ടെ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ നിങ്ങൾ എല്ലാം കേട്ട് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വാറോലകൾ പലർക്കും വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ പല രീതിയിൽ നമ്മൾ SNDP യോഗം എന്ന് പറയുന്ന ഒരു സമുദായ സംഘടന അല്ലെന്നും SNDP യോഗം എന്ന് പറയുന്നത് ഒരു കമ്പനി ആക്ട് അനുസരിച്ചുള്ള രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണെന്നും എന്നുള്ള രീതിയിൽ നമ്മൾ ഗവൺമെന്റിൽ അറിയിക്കുകയും അതനുസരിച്ച് പിന്നെ അതിന് വേണ്ടുന്ന വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പലർക്കും ഇപ്പോഴും ഒരു കാര്യമുണ്ട്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എല്ലാം തന്നെ നമ്മുടെ ആൾക്കാരാണ് പരാതിപ്പെടുന്നത്.
കാര്യം ഇപ്പോൾ നമ്മളിൽപ്പെട്ട പലർക്കും നോട്ടീസ് വന്നിരിക്കുന്നത് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൽ പ്രവർത്തിക്കുന്നത് മറ്റു സമുദായത്തിലെ അംഗങ്ങൾ പരാതിപ്പെട്ടിട്ടല്ല, ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിരിക്കുന്നത് SNDP പെട്ടവർ തന്നെയാണ്. ശാഖാതലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു വിപരീതം ചെയ്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ശാഖയിൽ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷനിൽ എംപ്ലോയീസ് ഫോറത്തിന്റെ ആരെങ്കിലും ഇങ്ങനെ മത്സരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിലും എല്ലാം തന്നെ പരാതിപ്പെടും. ഇന്ന ആള് ഇന്ന സമുദായത്തിന്റെ പ്രവർത്തനവുമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. എനിക്കെതിരെ ഒരുപാട് പരാതി പോയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എനിക്ക് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഞാനത് അവിടെ ഒന്നും തന്നെ മേടിച്ചില്ല. ബിനുവിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിവസാറ് പിന്നെ ഏറ്റവും അധികം രക്ഷപ്പെട്ടത് AK ആന്റണിയുടെ ഗൺമാനാണ്. ഒന്നാലോചിക്കണം, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അന്ന് മുതൽ സമുദായത്തിന്റെ പ്രവർത്തനത്തിൽ കൗൺസിലറായിട്ടും യൂത്ത് മൂവ്മെന്റിലൂടെ ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ്. നമ്മൾ എന്ത് വന്നാലും നേരിടുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മൾ തകർക്കാൻ പറ്റത്തില്ല. അതാണ് സത്യം. അത് SNDP യോഗത്തിന്റെ പ്രത്യേകതയാണ്. കാര്യം ഗുരു കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ SNDP യോഗം എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ജയൻ സാറ്, നമുക്കറിയാം, ഞാൻ ജനറൽ സെക്രട്ടറി കാണുമ്പോഴെല്ലാം ഇവിടുത്തെ പാറശാലയുടെ കാര്യം ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കാറുണ്ട്. കാരണം വളരെ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ജയൻ സാർ ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് വരിക, ഇങ്ങനൊരു ഓഫീസ്. ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് നടക്കുന്നതിന്റെ ലാസ്റ്റ് ദിവസമാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മെയ്യിൽ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പം അന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞാൻ 2 ദിവസമേ, ഈ 3 ദിവസമാണ് നമ്മുടെ ക്യാമ്പ് യഥാർത്ഥത്തിൽ സാറ് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നത്. പക്ഷേ ലാസ്റ്റ് ദിവസം സാറ് പറഞ്ഞു, എനിക്ക് ലാസ്റ്റ് ദിവസം എന്നെ ഒന്ന് വിട്ടുതരണം, ഞാൻ പാറശാല വരെ ഒന്ന് പോയാണ്. പാറശാല വളരെ പ്രശ്നമുണ്ടായ ഒരു യൂണിയനാണ്, അവിടെ നല്ല രീതിയിലൊരു ഭരണം എടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഓഫീസ് സംവിധാനം ഒക്കെ ആയിട്ടുണ്ട്, ഏതായാലും അവിടെ പോകാൻ എന്നെ ഒന്നാണ്. അങ്ങനെയാണ് സാറ് 2 ദിവസം നമ്മുടെ ക്യാമ്പിൽ ഫുള്ള് പങ്കെടുത്തു. അവസാനത്തെ ദിവസം സാറ് പാറശാലയിലേക്ക് വരികയുണ്ടായി. അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോകളാണ് ഈ കാണുന്നില്ല. പക്ഷെ നമുക്ക് അഭിമാനമുണ്ട്. കാര്യം നമ്മുടെ പ്രസ്ഥാനം ഇത്തരത്തിൽ ഉയർന്നു വരണം. അത് എങ്ങനെ പ്രവർത്തിച്ചാലും ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സമുദായത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞ് സാറിന് വ്യക്തിപരമായിട്ടൊന്നും നേടാനില്ല, പക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡേ ഇന്ന് നമ്മൾ അവരെ അനുമോദിക്കുന്നു. നമ്മൾ അനുമോദിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത്. നമ്മൾ പാഴാക്കുന്നതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ രക്ഷപ്പെടാത്തത്. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ കുട്ടികളെ അനുമോദിച്ചു, നമ്മളെ കുട്ടികളായാലും നമ്മളെ സ്വന്തം കുട്ടികളായാലും നമ്മൾ അനുമോദിക്കാൻ കിട്ടുന്ന അവസരം പരസ്യമായി അനുമോദിക്കണം. ശിക്ഷിക്കാൻ കിട്ടുന്ന അവസരം, അല്ലേ സാർ, ശിക്ഷിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പരസ്യമാക്കരുത്. അങ്ങനെ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നമ്മുടെ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടാവും എന്നുള്ള യാതൊരു സംശയവും. ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, SNDP യോഗത്തിൽ എവിടെ നടക്കുന്നതും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് ഊതി പെരുപ്പിച്ച് വലുതാക്കി ആ പ്രശ്നത്തെ പുണ്ണാക്കി അത് കാല് ഉറിച്ചു മാറ്റുന്ന രീതിയിലേക്ക് ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കും. ഇപ്പോൾ നമുക്കറിയാം, മൈക്രോഗ്രിഡ് ഒരുപാട് യൂണിയനിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. SNDP യോഗത്തിന് SNDP ജനറൽ സെക്രട്ടറിക്ക് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയ ഒരു പ്രശ്നം. അത് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ കാര്യം മനസ്സിലാക്കണം. എന്താണ് കാര്യമെന്ന്, എന്താണ് മൈക്രോഗ്രിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളാൾക്കാർ തന്നെ പലരും, നമ്മൾ ഇതിനോട് നിൽക്കുന്നവരെ തന്നെ പലരും ചോദിക്കും, അത് മൈക്രോഗ്രിഡിൽ ഇങ്ങനെയൊക്കെ അല്ലേ, ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് അതിന്റെ അവസ്ഥ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെയാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ചെയ്യേണ്ടത്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ എംപ്ലോയീസ് ഫോറം എന്താണെന്നോ അതുപോലെ തന്നെ എംപ്ലോയീസ് ഫോറം എന്താണ് നിങ്ങൾക്കൊരു ഇത് കാണും. നമ്മളിപ്പോൾ എംപ്ലോയീസ് ഫോറത്തിൽ വന്നു കഴിഞ്ഞാൽ പല മീറ്റിംഗും കൂടണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശാഖാതലത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥരെ നമ്മളൊരു വോട്ട് ചെയ്യണാക്കിക്കൊണ്ട് അവിടെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തുക. നമുക്ക് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള മാത്രമാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം ഇപ്പോൾ ചെയ്യുന്ന ഒരു വർക്ക്. പിന്നെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റും. കാര്യം നമുക്ക് PSC ഓഫീസിൽ നമുക്ക് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടനവധി സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഞങ്ങളുടെ എംപ്ലോയീസ് ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റ്, കൊല്ലം യൂണിയൻ വൈസ് പ്രസിഡന്റ്, PSCയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ, നമ്മളൊരു കാര്യം വിളിച്ചു പറഞ്ഞാലുണ്ട്, പുള്ളി വളരെ സ്പീഡിലാണ് ചെയ്തു തരുന്നത്. കാര്യം അത് PSCയിലൊക്കെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ സമുദായത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. നമുക്കൊന്നും പറയുന്നതിന് അപ്പുറത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇല്ലീഗലല്ല, ലീഗലി നമുക്ക് ചെയ്തു തരാം. അതുപോലെ നമ്മുടെ റിക്രൂട്ട്മെന്റ് റോസ്റ്റർ, ഇതെല്ലാം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് റോസ്റ്റർ സംവിധാനം, ഇതെല്ലാം നമുക്ക് അറിയാനുണ്ട്. കാര്യം ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട കേസുകൾ ആണെങ്കിൽ നമ്മൾ ഇടപെടേണ്ടത്. എന്തിനാ സംവരണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അംഗങ്ങളുണ്ട്, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളുണ്ട്. എന്തിനാണ് സംവരണം കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന അംഗങ്ങൾ. എന്താണ് സംവരണം എന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പൊ പ്രതീക്ഷ ഇവിടെ പറഞ്ഞു നമ്മുടെ ക്യാമ്പിന് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. കാര്യം എല്ലാ വിഷയങ്ങളും ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ നമ്മുടെ സംവരണ വിഷയം എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്.
നമ്മൾ ശാഖാതലത്തിൽ അത് പോയി പറയാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഇവിടെ തന്നെ ഈ യൂണിയനിൽപ്പെട്ട നമുക്ക് ഒരുപാട് കുട്ടികളെ നമുക്ക് ദത്തെടുത്ത് പഠിപ്പിക്കാൻ പറ്റും. എംപ്ലോയീസ് ഫോറം പൈസ ഒന്നും കൊടുക്കണ്ട. കാര്യം ജനറൽ സെക്രട്ടറി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് ഫോറത്തിന് വേണ്ടി ഒരുപാട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്, SNDP യോഗത്തിനുണ്ട്. അതുപോലെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സ്പോൺസർഷിപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കുട്ടിയെ നമ്മൾ ദത്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ 6000 രൂപയൊക്കെ ആകും. ഇതെല്ലാം നമുക്ക് ദത്തെടുത്ത് നമുക്ക് പഠിപ്പിക്കാം. ആ കുട്ടിയെ നമുക്ക് ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹം ആ കുട്ടി എന്നും ഓർക്കും, എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ശ്രീനാരായണ പ്രസ്ഥാനമാണ്, ഗുരുവിന്റെ പ്രസ്ഥാനമാണ്, ഗുരുവാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകും. ഒരിക്കലും ഒരു സമുദായ വിരുദ്ധനായി മാറില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. നമ്മുടെ കുട്ടികൾക്ക് ഒന്നും തന്നെ ഇപ്പൊ SNDP യോഗത്തിന്റെ ചരിത്രം അറിയത്തില്ല. എല്ലാവരും പറയുന്നത് ഇവിടെ മറ്റ് സംഘടനകളാണ് ഇവിടെ ചരിത്രം മാറ്റിക്കുറിച്ചത്. അല്ല, ആ ചരിത്രം നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കും. സാറേ സബ്ജക്റ്റാണ് സാറേ ഹിന്ദിയാണ്. ഹിസ്റ്ററിയെ നമ്മൾ അറിയാമല്ലോ. ഹിസ്റ്ററി നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ഹിസ്റ്ററി യഥാർത്ഥത്തിൽ സത്യവിരുദ്ധമായ ഹിസ്റ്ററിയാണ്. ഇവിടെ എന്താണ് നടന്നതെന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ല നമ്മളെ. അതാണ് സത്യം. നമ്മൾ നടക്കാൻ പഠിപ്പിക്കും. നമ്മുടെ വഴിനീളെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പറയില്ല. മീശ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പറയില്ല. മനസ്സിലായി? മാറു മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ പറയില്ല. ഏത് പ്രസ്ഥാനം എന്ന് അറിയില്ല. ഇതെല്ലാം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു വെച്ചാൽ ചരിത്രം പഠിക്കണം, ചരിത്രം പഠിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കുട്ടികളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുക, ഈ കുട്ടികളൊന്നും പറയില്ല. ഇതൊന്നും അല്ല അവർ പഠിക്കുന്ന ചരിത്രം. ആണോ സാറേ? ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം പഠിപ്പിക്കാൻ ശ്രീനാരായണ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം അത് തയ്യാറാണ്. അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഗുരുവിന്റെ ദർശനത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ഗുരുദേവ കൃതികളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളെ കുട്ടികളെ നമ്മളിലേക്ക് എത്തിക്കാൻ, നമ്മൾ ഗുരുവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ല, എന്തിനാണ് ഗുരുവിലേക്ക് എത്തുന്നത്? ഗുരു പറഞ്ഞെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നല്ല. നമ്മൾ തിരിച്ചു ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഗുരു പറഞ്ഞ വാക്കുകളിൽ നിന്ന് തിരിച്ച് നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരുപാട് വാക്കുകൾ. ഗുരു എപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ തിരിച്ച് അവർക്ക് പറയാൻ മറുപടിയില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടിയില്ല. ഒരു ജാതി, അതുപോലെ ജാതി ചോദിക്കരുതെന്ന് ഗുരു എപ്പോഴാണ് ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞത്? ഈ ചരിത്രം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കട്ടെ, നമ്മൾ പഠിക്കട്ടെ. ഗുരു ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഗുരു യാത്ര ചെയ്തപ്പോഴാ മംഗലാപുരത്ത് നിന്ന് തിരുവിതാംകൂറിലേക്ക് യാത്ര ചെയ്തപ്പോൾ ട്രെയിനിലാണ് ചോദിച്ചത് അങ്ങയുടെ ജാതി ഏതാണ്. അപ്പൊ ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞതാണ്. കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയുന്നതെന്നാണ് ഗുരു ചോദിച്ചത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. SNDP എന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടി രൂപം കൊണ്ടു, എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ പഠിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത് നമുക്ക് പോലും അറിയില്ല. എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത്? ഡോക്ടർ പൽപൂരുണ്ടായ വ്യക്തമായ അനുഭവമാണ് ഗുരുവിന്റെ പ്രസ്ഥാനം ഉണ്ടായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഉണ്ടായത്. എന്നിട്ട് നമ്മളോട് തന്നെ എല്ലാവരും നമ്മളാൾക്കാരോട് ചോദിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ കുട്ടികളല്ല, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളല്ല നമ്മളോട് ചോദിക്കുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളല്ല നമ്മളോട് ചോദിക്കുന്നത്. നായർ സമുദായത്തിലെ അംഗങ്ങളല്ല നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഗുരു പറഞ്ഞിട്ടില്ലേ ഗുരുവിനെ പൂജിക്കേണ്ട? ഗുരു പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ പൂജിക്കേണ്ട. നമ്മുടെ ആൾക്കാർ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു പറഞ്ഞിട്ടല്ലേ ഗുരുവിനെ പൂജിക്കേണ്ടത്? നമ്മളൊന്ന് ചിന്തിക്കാം. ഗുരു ജീവിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഗുരുവിന്റെ പ്രതിഷ്ഠ നടത്തിയത്. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഗുരുവിന്റെ ചിത്രം വരച്ച് പ്രതിഷ്ഠ നടത്തിയത്. ഗുരുവിനെ പ്രതിഷ്ഠിക്കുന്ന പ്രതിമ ശ്രീലങ്ക വെച്ച് കണ്ടു. ഈ ചരിത്രമുള്ള ഭൂമിയാണ് ഇവിടെ. ശ്രീലങ്ക വെച്ചാണ് ആദ്യമായിട്ട് ഗുരുവിന്റെ പ്രതിമ ഗുരു കാണുന്നത്. ഇവിടെ മംഗലാപുരത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോഴേ അല്ലേ, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താനുള്ള പ്രതിമ ഏത് വഴിയാ വന്നത്? ശ്രീലങ്ക വഴിയാ വന്നത്. അന്നേരം ശ്രീലങ്കയിൽ ഗുരുവുണ്ട്. അപ്പൊ ഗുരു കാണുകയും ചെയ്തു, ഇനി നമ്മൾ അങ്ങോട്ട് വരണ്ടല്ലോ എന്നാണ് പറഞ്ഞു. എന്നിട്ടാണ് ഗുരുവിന്റെ കാര്യത്തിൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, നമ്മളെ കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയായിരിക്കണം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട് പഠിക്കാൻ, ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ആ ചരിത്രങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡേ കൂടാതെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന് ഗുരു വരം ചെയ്ത ഒരു വലിയൊരു നേതാവിനെ നമുക്ക് തന്ന ഒരു ദിവസം കൂടി.
28 വർഷത്തിന് മുമ്പ് ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിന് കരുത്തനായ സാരഥിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നുവെച്ചാൽ വലിച്ചു കീറി ഒട്ടിച്ച ഒരു നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി സാർ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്നും അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി ഓരോ നിമിഷവും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ്. അവിടെ നിന്നെല്ലാം ഉരുക്ക് മനുഷ്യനെ പോലെയാണ് അദ്ദേഹം വന്നത്. ഈ 88ാമത്തെ വയസ്സിലും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു തൻ്റെ ഇടം നമുക്കാർക്കും ഇല്ല എന്നുള്ള സത്യം. കാരണം നമ്മൾ ഇന്നൊരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് ക്ഷീണിക്കും. അദ്ദേഹം എത്ര മീറ്റിംഗാണ് പങ്കെടുക്കുന്നത്? ഈ 88ാമത്തെ വയസ്സിൽ പുള്ളി എത്ര മീറ്റിംഗ് ആവുന്നത്? നമ്മളൊരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഒരു മീറ്റിംഗ് പോയിട്ടില്ല. കാര്യം ക്ഷീണം. ഇതാണ് നമ്മുടെ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നാം ഉയർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഒരു നിമിത്തമാണ് ഈ 17 ഇവിടെ തുടക്കം കുറിച്ചത്. കാര്യം നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ചേർത്തല വെച്ച് കൂടിയ മീറ്റിങ്ങിൽ നമ്മൾ മീറ്റിംഗ് കൂടണമെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞ എല്ലാ യൂണിയനിലും നിങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിക്കണം, യൂണിയൻ സമ്മേളനം സംഘടിപ്പിക്കണം. 25 പേരെങ്കിൽ 25 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിക്കണം. അവരെ നിങ്ങൾ വേണ്ട രീതിയിൽ ബോധവൽക്കരണത്തോടുകൂടി SNDP യോഗത്തിൻ്റെ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിന് അതിൻ്റെതായ പങ്കുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പാറശാല മുതൽ നമ്മൾ തുടങ്ങിയാണ്. പാറശാല മുതൽ നിന്ന് തുടങ്ങിയ സാർ പാറശാല മുതൽ കാസർഗോഡ് വരെ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. ഈ വരുന്ന ഞായറാഴ്ചകളിലെല്ലാം തന്നെ മിക്ക യൂണിയനിലും സമ്മേളനത്തിൻ്റെ ഡേറ്റ് തന്നു കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഒരു മാറ്റത്തിന് തിരികൊടുക്കുകയാണ്. അതുപോലെ തന്നെ 3 ദിവസത്തെ ക്യാമ്പ് മൈസൂർ വെച്ച് നടക്കുകയാണ്. ആ ക്യാമ്പ് കഴിയുമ്പോൾ തന്നെ ഈ പോഷകങ്ങളെല്ലാം തന്നെ ഞാനിപ്പം ജയൻ സാറിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റാണ്. കാര്യം നമ്മൾ ഇപ്പം സാറ് ഒറ്റയ്ക്കേ ഉള്ളൂ. അധ്യക്ഷരുടെ നഗരങ്ങളിലും സാറിനെ സഹായിക്കാൻ ഒട്ടനവധി ശാഖാപ്രവർത്തകരുണ്ട്, 29 ശാഖയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് പോഷക സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇടവും വലവും നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന സംഘടനയാണ് പോഷക സംഘടന. ആ പോഷക സംഘടനയുടെ ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സഹായം ഈ സാറിനെ സംബന്ധിച്ച് സാർ ഒറ്റയ്ക്കാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. കാര്യം ഇവിടെ തന്നെ സാറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇതിനെല്ലാം തന്നെ മറുമരുന്ന് എന്ന് പറയുന്നത് ഈ പോഷക സംഘടനയെ വളർത്തുക, എംപ്ലോയീസ് ഫോറം, ശ്രീനാരായണ പെൻഷൻ കൗൺസിൽ, അതുപോലെ തന്നെ യൂത്ത് മൂവ്മെൻറ്റ്, വനിതാ സംഘം, പാരയന യോഗം, അതുപോലെ തന്നെ കുടുംബയോഗം എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് തിരുവിതാംകൂർ ദേശത്തെ ഉള്ള കുടുംബയോഗം ഇല്ലാതെ. കുടുംബയോഗം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക്കിയിൽ പോകണം, അല്ലെങ്കിൽ കോട്ടയത്ത് പോകണം കുടുംബയോഗം കാണുന്നത്. ഞാനൊരു കുടുംബയോഗത്തിന് പോകുമ്പോൾ ഒരു ശാഖയിൽ ഒരു ശാഖാ മീറ്റിംഗ് അല്ല, ഒരു കുടുംബയോഗം എന്ന് പറയുന്ന ഒരു ശാഖാ മീറ്റിംഗ് അല്ല, 50 പേര് കുടുംബങ്ങളുള്ള ഒരു കുടുംബയോഗ മീറ്റിംഗാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം ആ കുടുംബയോഗം മൊത്തം 300 പേരാണ് പങ്കെടുത്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ശാഖയുടെ മീറ്റിംഗ് അല്ല, ഒരു കുടുംബത്തിൻ്റെ മീറ്റിംഗ്. ആ കുടുംബയോഗ മീറ്റിംഗിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഗുരുവിനെ കുറിച്ചുള്ള പഠന ക്ലാസ്സുകൾ നമുക്ക് അറിയാം. നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ പേരും വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. നമ്മുടെ കുട്ടികൾ കൂടുതൽ പേരും വരുന്നത് ഇടുക്കിയിൽ നിന്ന്. നമ്മൾ പ്രാർത്ഥനകളെല്ലാം വിളിച്ച് എൻ്റെ വാക്കിൽ ഒത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവൻ. രാവിലെ തന്നെ നമ്മൾ ചായ കൊണ്ടുവച്ചിരുന്നു. ചായ കുടിക്കാത്ത ആരെങ്കിലും പിന്നെ അത് കുറേ ആൾക്കാർ സംഘടനാ സന്ദേശം നൽകാനായി ഷിബു കൊറ്റമ്പള്ളി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. കാരണം ആര്യനാട് യൂണിയനിലെ കൗൺസിലറാണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ യൂത്ത് മൂവ്മെൻറ്റ് ജില്ലാ കമ്മിറ്റിയിൽ ഒക്കെ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ച് ഇന്ന് എംപ്ലോയീസ് ഫോറത്തിൻ്റെ കേന്ദ്രസമിതി വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. കേന്ദ്രസമിതി രൂപീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തകനാണ് എംപ്ലോയീസ് ഫോറത്തിൽ. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ചു AK ആന്റണി സാറിൻ്റെ ഗവൺമെൻറ്റായിട്ട്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് സാറിന് സുഖമില്ലാതെ വരുന്നതാണ്. ഇടയ്ക്ക് നല്ലൊരു സർജറി കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ പരിപാടി അടുത്ത യൂണിയനിലാണ്ട് എന്തായാലും എത്തിച്ചേരുമെന്ന് പറയും. സുഖമില്ലായിരുന്നിട്ട് പോലും വണ്ടി ഓടിച്ച് നടന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ സംഘടനാ സന്ദേശം നൽകുവാനായി ഞാൻ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ സുഹൃത്ത് കേന്ദ്രസമിതി
ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിനു പാറശാല, അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച യൂണിയൻ്റെ ആരാധനായ അഡ്മിനിസ്ട്രേറ്റർ JNS അവരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഇന്ന് കേരള ഒട്ടുക്ക് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ശ്രീനാരായണ എംപ്ലോയീസ് ഫോറത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഭിരാജ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് വിങ്ങിൻ്റെ കോർഡിനേറ്റിംഗ് അംഗങ്ങളും നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഗിരീഷ് സാർ, ശ്രീലത മാഡം, അതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ, അതായത് 2018 കാലയളവിൽ നമ്മുടെ എംപ്ലോയീസ് ഫോറം രൂപീകരണമായിട്ട് ഹരിപ്പാട് വെച്ച് ആദ്യ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നതാണ് നമ്മുടെ സാർ. അപ്പോൾ അദ്ദേഹം പാറശാലയാണ് യൂണിയനിൽ കരുതിയെങ്കിലും മുമ്പ് തമിഴ്നാട് മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് എനിക്ക് നല്ല പരിചയമാണ്. ഇന്ന് ഈ മീറ്റിംഗ് കൂടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടെ സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനത് സൂചിപ്പിക്കുന്നു. ഈ 2012-13 കാലയളവിൽ ഷാജി എം പണിക്കർ സാറിൻ്റെ കീഴിൽ എംപ്ലോയീസ് ഫോറം എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അത് 2013 കാലഘട്ടത്തോടുകൂടി അവസാനിച്ചു. കാരണം സംസ്ഥാന തലത്തിൽ മാത്രം രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. വലിപ്പമാണ് സാധാരണക്കാരനായി നമ്മുടെ താഴെത്തട്ടിലുള്ള ഒരാളിന് പോലും ആദ്യം കൃത്യമായ വാട്സപ്പ് മെസ്സേജുകൾ ഇന്ന കോഴ്സ് ആരംഭിക്കുന്നു, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന പ്രയോജനങ്ങളുണ്ട് എന്നുള്ള കൃത്യമായ അപ്ഡേറ്റും എല്ലാം കൂടുതലുണ്ട്. ഇപ്പം തന്നെ ഒരു പരിപാടി സാറിനെ പറ്റുമെന്ന് അറിയില്ല, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ പ്രയോജനം ആ കുട്ടികൾക്ക് പുതിയൊരു കോഴ്സും മറ്റു കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അപ്പം പുള്ളി നമ്മൾ ആദ്യം നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ വിലപ്പെട്ട മെസ്സേജുകൾ അദ്ദേഹം പുറത്തുവിടാൻ പാടില്ല എന്നിരുന്നാലും നമുക്ക് തരും. അപ്പം നമ്മൾ ആ വിവരങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കും. അപ്പം അതിലൂടെ ആ കുട്ടികൾക്ക് പ്രയോജനം കിട്ടിയിരിക്കും ഉറപ്പായി. അപ്പം പലവിധ വിഷമതകൾ നമ്മുടെ ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കാനും ജോലിയുള്ളവരെ കൊണ്ട് അടുത്തവർക്ക് പ്രയോജനം ഉണ്ടാക്കാനും നമ്മുടെ സമുദായത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് പറഞ്ഞു തന്നത് എന്ന് അതിനെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തലങ്ങളിൽ എല്ലാ ശാഖകളിലും ഈ എംപ്ലോയീസ് ഫോറത്തിൻ്റെ യൂണിറ്റ് എടുക്കണം, അവിടെയുള്ള എംപ്ലോയീസിനെ ചേർത്തുകൊണ്ട്. അതുപോലെ നമുക്ക് ആ യൂണിയൻ തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചെടുക്കണം, ആ പ്രവർത്തന ശാഖകളിലെത്തിക്കുക. കാരണം ഇത് മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊന്നുമല്ല, നമ്മുടെ ശാഖകളിൽ കമ്മിറ്റി എടുത്ത് നമ്മളൊരു കൂട്ടായ്മ. അപ്പോൾ അതിന് നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ നമ്മുടെ പ്രസാദിനെ ഈ എംപ്ലോയീസ് ഭാഗത്തിൻ്റെ പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഫോൺ നമ്പർ കൊടുത്തു. പിന്നെ അടുത്ത സെക്രട്ടറി. എൻ്റെ പേര് ചന്ദ്രലാലാണ്. മണ്ണങ്കോട് 1261 പ്രസിഡന്റ് ശാഖയുടെ സെക്രട്ടറിയാണ്. പിന്നെ തീർച്ചയായിട്ടുള്ള എല്ലാ എംപ്ലോയീസ് ഫോറത്തിൻ്റെ സാറിന്മാർ സംസാരിച്ചതിനോട് എനിക്ക് യോജിപ്പുണ്ട്. നമ്മുടെ സംഘടനയുടെ ഓരോ ആശയങ്ങളും മാത്രം മുന്നോട്ട് വെച്ചുള്ള പ്രവർത്തനത്തിന് മുന്നോട്ടാണ് താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതായത് ഇതിൽ ജാതി സംഘടനയ്ക്ക് പുറത്ത് പാർട്ടി സംഘടനയുടെ ഓരോ മെസ്സേജും വരുന്നുണ്ടോ എന്ന് പറയുന്ന താല്പര്യം, ആ താല്പര്യം കൂടി വരുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ കുറച്ചുകഴിഞ്ഞു. ഈ ജാതി സംഘടന എന്ന് പറഞ്ഞാൽ പല പാർട്ടിക്കാരും ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. അപ്പോൾ ജാതി മാത്രമായിരിക്കും അതിനകത്തുള്ള നമ്മുടെ മുഖ്യ. ഈ സംഘടനയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യം. വൈസ് പ്രസിഡന്റ്
എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ പരിഷ്വക്കൽ ശാഖ 2215 നമ്പർ ശാഖയിലെ വർക്ക് ചെയ്യുന്നത് ഐര ഗവൺമെൻറ് ആശുപത്രിയുടെ ലാഭസ്ഥലം. ജോയിന്റ് സെക്രട്ടറി സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ബൈജുവാണ്. ഞാൻ ഓണക്കോട് 1015 പ്രസിഡന്റ് ഓഫീസായാണ് പ്രതികരിക്കുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിലാണ്. ഞാൻ എന്തായാലും ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ ശാഖയുടെ പൂർണ്ണമായിട്ടും എൻ്റെ കൊച്ചിലെ കാലം തൊട്ട് 1015 ഓണക്കോട് തിരക്കി അറിയാം. എല്ലാവരും അറിയാം. ശാഖയായിട്ട് ബന്ധമുള്ളതാണ്, ശാഖ കുടുംബമാണ്. ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിട്ട് അറിയിക്കും. അഖില വരണം. പാലിയോട് രാമശേഖര കൃഷ്ണനാണ്. പന്തമല ശാഖയുടെ സെക്രട്ടറിയാണ്. ഇതിലൂടെ സഹകരിക്കാൻ എനിക്ക് നല്ലൊരു തീരുമാനമുണ്ട്. അത് എനിക്ക് സഹകരിക്കുന്നത് ജിനു എന്നാണ്. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഒഴുക്കുന്ന ശാഖയുടെ പ്രസിഡന്റാണ്. ഒഴുക്കുന്ന 35-30 ശാഖയുടെ പ്രസിഡന്റാണ്. ഇത് ബോർഡ് പാലിയോട് ശാഖയുടെ പ്രസിഡന്റാണ്. ഞാൻ ബോർഡ് മെമ്പറായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയായി അജിക്കുട്ടൻ വന്നിട്ടുണ്ട്. അജിക്കുട്ടൻ ഇനി അടുത്ത എല്ലാവരും കൗൺസിലർ ആരും തന്നെ പോകരുത്. ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ട്. ഇവിടെ ഊണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിക്കാം. അതിനുശേഷം മീറ്റിംഗ് ഉണ്ട്, പെൻഷനേഴ്സ് മീറ്റിംഗ്. ആരും പോകരുത്. കൗൺസിൽ അംഗങ്ങളെയും ബോർഡ് അംഗങ്ങളെയും നിങ്ങളുടെ മെയിൻ ഭാരവാഹികളുമായിട്ട് ഇവിടെ ഒരു നമ്മുടെ യൂണിയൻ സെക്രട്ടറി കൂടെ ഒന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററി കൂടെ ഒന്ന് അറിയിച്ചിട്ട് ഇവിടെ കൂടുക. അപ്പം അതിൽ പ്രധാന മാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മ മസ്റ്റാ. നമുക്കൊരു വാട്സപ്പ് യൂണിയൻ തലത്തിൽ കൂട്ടായ്മ ഉണ്ടാക്കിയേ പറ്റും. ഒന്ന്, നിങ്ങളുടെ കൗൺസിലർ ഗ്രൂപ്പായിട്ട് ഒരെണ്ണം തുടങ്ങുക. നിങ്ങളുടെ ഭാരവാഹികൾ മാത്രം. 15 പേരുടെ ഗ്രൂപ്പിൽ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററെ കൂടെ നിങ്ങൾ ഒന്ന് ചേർക്കണം. അദ്ദേഹം കൂടെ യൂണിയൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം നാഥനായിട്ടുണ്ടാവും. നിങ്ങൾ അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം. പിന്നെ അതിൽ അഡ്മിൻ പാനലായിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ 3 പേര് അഡ്മിൻ ആയിക്കൊണ്ടുള്ള ഒരു പാനലാവണം. അത് സിനുവിനെ കൂടെ ചേർക്കും. 4 പേര് അഡ്മിനായിട്ടുള്ള ഒരു പാനൽ. പ്രസിഡന്റ് അനിൽകുമാർ, ഓണംകോട് ശാഖ അഖില, കൗൺസിൽ അംഗം അഖില, ബിനുകുമാർ വന്നിട്ടില്ലേ? ഉണ്ടോ? ബിനുകുമാർ, ജിനു അരട്ടി, ആതിര, ഡോക്ടർ ആതിര, രാജേഷ് ബിആർ, കമ്മിറ്റി അംഗങ്ങളാണ് രാജേഷ്, അഖിൽ തട്ടിട്ടമ്പല,
ഇതൊക്കെയാണ് പുതിയ ഭാരവാഹികൾ കേട്ടോ. SNDP തന്നെ അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. അതോടൊപ്പം യൂണിയന്റെ സഹകരണത്തോടുകൂടി യൂണിയൻ അറിഞ്ഞേ എല്ലാം പ്രവർത്തിക്കാവൂ. അത് എല്ലാ ശാഖകളിലും വ്യാപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മുടെ സമുദായത്തിന് വലിയ നേട്ടം ഉണ്ടാക്കത്തക്ക രീതിയിൽ അവരെല്ലാം പ്രവർത്തിക്കും. കൂടെ ഞാനും എന്നോടൊപ്പം ഉള്ള ആളുകൾ എല്ലാവരും എംപ്ലോയീസ് ഭാരവാഹികൾ. ഇതാണ് പുതിയ ഭാരവാഹികൾ. ഇന്ന് തിരഞ്ഞെടുത്തവരാണ് കേട്ടോ. എല്ലാവരും ഫോൺ നമ്പർ പേര് ഫോൺ നമ്പർ കൊടുക്കാം. എല്ലാവരും കേരള സർക്കിൾ ബോഡി ബിൽഡിംഗ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പാലായി ജില്ലയിലെ നാഷണൽസിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് ഡിസംബർ മാസത്തിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകും. അതിന് ഒരു ചെറിയൊരു സഹായം സ്പോൺസറായിട്ട് നമ്മൾ യൂണിയൻ ബേസ് ചെയ്ത് എംപ്ലോയീസ് ഫോറത്തിൻ്റെ നിയമസഭയും കൂടെ ഇടപെട്ട് ഒരു സഹായം നമ്മൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ചെയ്യാൻ സാമ്പത്തിക സഹായം ചെയ്തു. അഡ്മിനിസ്ട്രേറ്ററും പറഞ്ഞു നമ്മൾക്കുള്ള രീതിയിൽ പുള്ളിയെ സഹായിക്കും. പുള്ളി ഒറ്റയ്ക്കാണ് എല്ലാം ഇങ്ങനെ പോകുന്നത്. ആരും സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്താണ് ഇതിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിന് സാമ്പത്തിക ഞാൻ പറഞ്ഞ സന്ദർഭമാണ് അതിനോട് യാതൊരു ഇതിൽ നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാവില്ല. ദേശീയ തലത്തിൽ നടന്നു നേടിയാൽ ഉറപ്പായിട്ട് അതിൽ പ്രൊമോഷൻ കൊടുക്കാം. കാര്യം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു മീറ്റിങ്ങിൽ അതിനെ അനുമോദിക്കുക എന്ന് പറയുമ്പോൾ യൂണിയൻ്റെ അനുമോദിക്കുന്നു. അതിലൂടെ തന്നെ അടുത്ത ദേശീയ തലത്തിലുള്ള മെഡലും കൂടെ കിട്ടട്ടെ. അതിലൂടെ അവന് ജോലിയിൽ തന്നെ ഉയർച്ചെടുക്കും. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിലൊരു പരിപാടിക്ക് അതിനെല്ലാ അനുമോദനവും അർപ്പിക്കുക. ഓഫീസിൽ വെച്ച് കൊടുക്കുന്ന ആദരവ് ആഗോളതലത്തിൽ ഉയർച്ചയ്ക്കുള്ള വഴികാട്ടിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവന്റെ കടാക്ഷം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും കൈ അജിതാസ് വേൾഡിൽ ഈ വീഡിയോ കാണും കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കണം. ലൈക്ക് ഹെൽപ്പ് ചെയ്യണം. യൂണിയനിലെ തെരഞ്ഞെടുത്ത നിയുക്ത സെക്രട്ടറി ചന്ദ്രകാന്തി ഷെഡു. അതിനുമുമ്പായിട്ട് അടുത്ത ഞായറാഴ്ച എംപ്ലോയീസ് ഫോറത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സമയം പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഓർമ്മ വേണം. അടുത്ത ആഴ്ച ഞായറാഴ്ച ടൈം പിന്നീട് അറിയിക്കും. വോട്ട് ഓഫ് താങ്ക്സ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മൊത്തം മീറ്റിംഗ് ശരി.